ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായി 15:24. അതിന് അവൻ, ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇസ്രയേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് മാത്രമാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. ഈ കാണാതെ പോയ ആടുകൾ എന്ന് പറയുന്നത് രൂബേൻ ഗോത്രക്കാരും ഗാദ് ഗോത്രക്കാരുമാണ്. അതായത് ഈജിപ്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ചുകൊണ്ട് പോകുന്ന 12 ഗോത്രത്തിൽ രൂബേൻ ഗോത്രക്കാരും ഗാദ് ഗോത്രക്കാരുമാണ് ഈ കാണാതെ പോയ ആടുകൾ എന്ന് പറയുന്നത്. ഈ വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയ്ക്കും ഇന്നത്തെ വിശ്വാസത്തിൻ്റെ ഇടയ്ക്കുള്ള ആളുകളോടും ശുശ്രൂഷകരോടും പറയട്ടെ, അടിമ വീടായ ഈജിപ്തിൽ നിന്നും ഒന്നെങ്കിൽ നിങ്ങളെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആയിരുന്ന മതസംവിധാനങ്ങളിൽ നിന്നും ദൈവം ഓരോരുത്തനെയും വിളിച്ചിറക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് കനാൻ ദേശത്തെത്തിക്കാനാണ്. ഇന്നത്തെ കാലത്തും അതുതന്നെയാണ്. ഇന്നത്തെ കാലത്തും അന്ന് അടിമ വീടായ ഈജിപ്തിൽ നിന്ന് ആണ് എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ 1, 2, 3 തലമുറയ്ക്കപ്പുറം എന്താണേലും ഏതെങ്കിലും ഒരു മതസംവിധാനത്തിലായിരുന്നു. ആ സംവിധാനത്തിൽ നിന്ന് ദൈവം ഓരോരുത്തരെയും വിളിച്ചിറക്കിക്കൊണ്ട് വന്നിരിക്കുന്ന കനാൻ ദേശത്തെത്തിക്കാനാണ്. കനാൻ ദേശം. എന്നാൽ കനാൻ ദേശത്തേക്കുള്ള യാത്രയുടെ ഇടയ്ക്ക് ഈ കന്നുകാലി ആടുമാട് എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം ധനം ഉണ്ടായാൽ എന്നാ സംഭവിക്കുമെന്ന് ഈ വിശ്വാസ യാത്രയുടെ ഇടയ്ക്ക് ധനം കൂടി കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. എന്നാൽ രൂബേന്യർക്കും ഗാദ്യർക്കും വളരെയധികം ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യെസേർ ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാവുന്ന സ്ഥലം എന്ന് കണ്ടിട്ട് മോശയോടും പുരോഹിതനായ എലയാസാറിനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. അതിൻ്റെ 5-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ കൂടിക്കോളാന്നാണ് പറയുന്നത്. കനാൻ ദേശത്തേക്ക് ഞങ്ങളില്ല, കണ്ടമാനം സമ്പത്തായിപ്പോയി, ഞങ്ങളിവിടെ കൂടിക്കോളാം. അതിൽ ദൈവ പദ്ധതിയിലേക്ക് ഇറങ്ങിയിട്ട് ലക്ഷ്യത്തിൽ എത്തിച്ചേരാത്തവരെന്തായി തീരുമെന്ന് മത്തായി 8:28 വായിച്ചേ. അവൻ അക്കരെ ഗദരേനരുടെ ദേശത്തെത്തിയപ്പോൾ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് അവനെതിരെ വന്നു. അവർ അത്യുഗ്രന്മാർ ആയിരുന്നതുകൊണ്ട് മതി, ആ വാക്കിനോടാണ് നമ്മൾ ചിന്തിച്ചത്. അവർ അത്യുഗ്രന്മാരായിരുന്നു എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് ദൈവ പദ്ധതിയിൽ ഇറങ്ങിയിട്ട് ലക്ഷ്യത്തിലെത്തിച്ചേരാത്തവർ പിൽക്കാലത്ത് അത്യുഗ്രന്മാരായി തീരും എന്നാണ് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. അത്യുഗ്രന്മാരായി തീരും. അത്യുഗ്രന്മാരായി തീർന്നാൽ എന്നാ സംഭവിക്കുമെന്ന് അതിൻ്റെ അടുത്ത വാക്യം വായിച്ചേ, 8:30. അവരിൽ നിന്ന് കുറച്ചകലെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ഭൂതങ്ങൾ അവനോട്, ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ എന്ന് അപേക്ഷിച്ചു. അവിടെ നിൽക്കട്ടെ. അവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ആടുമാടുകളുമായിട്ട് പോകുന്നവർ, അധികമായ ആടുമാട് സമ്പത്തായിരുന്നവർ അത്യുഗ്രന്മാരായി തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് പന്നി മേയ്ക്കുന്ന പരിപാടിയിലേക്ക് മാറും എന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത്. ഈ യഹൂദന് പന്നി വളർത്താൻ പറ്റുന്നതോ കഴിക്കാൻ പറ്റുന്നതോ ഒന്നുമല്ല, അത് പന്നി അവന് വിരുദ്ധമാണ്. അപ്പോൾ തിന്നുകേലാത്തത് അവൻ വളർത്തേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ ഇന്നത്തെ വിശ്വാസിയെ സംബന്ധിച്ച് സ്വർണം ധരിക്കുകയില്ല, പക്ഷേ മേടിച്ച് അലമാരിക്കകത്ത് ലോക്കറിലും ഒക്കെ വെക്കും. കേരളത്തിന് വെളിയിലോട്ട് പോകുമ്പം ഇടും. അത് മിക്ക അമ്മാമ്മമാരും അങ്ങനെയാണ്, കേരളത്തിന് വെളിയിലോട്ട് പോകുമ്പോഴൊക്കെ ഇടും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ലക്ഷ്യം മാറിപ്പോയി എന്നുള്ളതാണ് സത്യം. കാരണം യോർദാൻ ഇക്കരെ ഇറങ്ങി അവിടെ അങ്ങ് വാസം ഉറപ്പിച്ചു. ഒരു ഉദാഹരണം പറയാം. ഈ തിരുവല്ല, ചെങ്ങന്നൂർ, കുമ്പനാട് ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ശുശ്രൂഷകരും മിക്കരും അങ്ങനെ ഇരിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് വീട് പുതുക്കി പണിയും, റെനോവേഷൻ ചെയ്യും, ടൈൽസ് പൊളിച്ച് കളയും, പിന്നെ കബോർഡ് മാറ്റി പണിയും. ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഈ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെയുള്ള ദാരിദ്ര്യക്കാരായി കിടക്കുന്ന വിശ്വാസികളെല്ലാം വിളിച്ച് ഒരു കയറിത്താമസം അങ്ങ് വെച്ച് ഉഗ്രനൊരു ചാപ്പാടൊക്കെ കൊടുക്കും. എന്നിട്ട് ഈ പ്രസംഗമൊക്കെ നടത്തുമ്പോൾ ഇയാൾ പറയും, എൻ്റെ ഭവനമൊന്നും ഇതല്ല, സ്വർഗത്തിലായ എൻ്റെ ഭവനം എന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനെയൊക്കെ പറയെങ്കിലും ഇത് സത്യത്തിൽ ഇവർ ഹൃദയത്തിൽ നിന്ന് പറയുന്നൊന്നുമല്ല. ഇവരെല്ലാം ഈ യോർദാൻ ഇക്കരെ താമസിക്കുന്നവരാണ്. ഈ യോർദാൻ ഇക്കരെ താമസിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ കളിയെല്ലാം കളിക്കുന്നത്.
ഒരു കുഴപ്പവും ഇല്ലാത്ത, പലരും പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ലാത്ത ടൈൽസ് എല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് ഉടനെ പുതുതെല്ലാം എല്ലാം ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ, ഇതൊക്കെ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഇവരുടെ തലമുറയിൽ നാളെ ഒരു കാലത്ത് പന്നി മേയ്ക്കുന്ന അവസ്ഥയിൽ ചെന്നുപെടും എന്നുള്ളതാണ് സത്യം. പന്നി മേയ്ക്കുന്ന അവസ്ഥയിൽ ചെന്നുപെടും. കാരണം ഇത് തിന്നാൻ കൊള്ളുകയില്ല എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ യഹൂദൻ ഇത് കഴിക്കുന്നതല്ല, കഴിക്കാത്ത പരിപാടി. ഇപ്പം വന്ന് യഹൂദന് എന്ന് പറഞ്ഞാൽ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് പുതിയ നിയമ ഇസ്രയേലിന് ചെയ്യാൻ മേലാത്ത പണികൾ പലതും ചെയ്യുന്ന ശുശ്രൂഷകരെ ഇപ്പോൾ പരസ്യമായിട്ടല്ല രഹസ്യമായിട്ടൊക്കെ ആണെങ്കിലും ഇപ്പോൾ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലത്തൊക്കെ ബാർ ഹോട്ടലിന് പാർട്ട്ണർഷിപ്പുള്ള, ഷാപ്പുകൾക്ക് പാർട്ട്ണർഷിപ്പുള്ള ശുശ്രൂഷകർ പോലും കേരളത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ബാർ ഹോട്ടലിനും ഷാപ്പിനും വരെ പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ വേശ്യാലയത്തിന് വരെ പാർട്ട്ണർഷിപ്പുള്ള ശുശ്രൂഷകരുണ്ടായിരിക്കും രഹസ്യത്തിൽ. ഗുണ്ടകളും കൊട്ടേഷൻകാരും ഒക്കെ നാട്ടിലുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ചിലരുടെ പ്രസംഗക്കകത്തൊക്കെ അവർ പറഞ്ഞു, ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരനാടാ, വാടാ പോടാ, ധൈര്യം ഉണ്ടേ കാണിക്കാടാ എന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വീഴുന്നു എന്ന് നമ്മളിപ്പം വീഡിയോകൾക്കകത്ത് നിന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇവർക്ക് അശുദ്ധിയോ വിശുദ്ധിയുടെ ഒന്നും ഒരു പ്രശ്നവുമില്ല. ഇവർ അശുദ്ധി ജീവിക്കുന്നത് കൊണ്ട് പന്നിയല്ല, ഇവരെന്നാ പണി വെള്ളം ചെയ്യുകയും ചെയ്യും. വേറൊരു പ്രശ്നവും കൂടെ ഉണ്ട്. അത് എഴുതിയേക്കുന്നത് ഇവർ കല്ലറകളിൽ വിശ്രമിക്കുമെന്നാണ് നമ്മളവിടെ വായിച്ചിരിക്കുന്നത്. കല്ലറകളിൽ വിശ്രമിക്കും. അപ്പോൾ കല്ലറകളിൽ വിശ്രമിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഈ കല്ലറകളാണ് ഈ ഇടയ്ക്കിടയ്ക്ക് പൊളിക്കുകയും പണിയുകയും മാർബിൾ ഇടുകയും ഗ്രാനൈറ്റ് ഇടുകയും പിന്നെ പൊളിക്കുകയും പിന്നെ ഒട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പം ജാതീയ മതങ്ങളിലാണെങ്കിൽ പോലും ഗ്രാനൈറ്റ് ഒരിക്കൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പൊളിക്കുകയും പിടിക്കുകയൊന്നുമില്ല. പക്ഷേ ശുശ്രൂഷകരെന്ന് പറയുന്നവർ യോർദാൻ ഇക്കരെ ഉറച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്ഥിരം ഈ പണി തന്നെ കാണിക്കും. അതുകൊണ്ട് കർത്താവ് ഇവരെയെല്ലാം വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് പറയുന്നത്. വെള്ളയടിച്ച കുഴിമാടങ്ങൾ. അത് ഞാൻ ഈ ദിവസങ്ങളിലൊരു ദേവദാസനായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്നല്ല കർത്താവ് ഇപ്പോൾ വരികയാണെങ്കിൽ കർത്താവ് പറയാൻ പോകുന്നത് മീശ വടിച്ച കുഴിമാടങ്ങൾ, ആഭരണമില്ലാത്ത കുഴിമാടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യുഗ്രന്മാർ, പ്രാർത്ഥിച്ചു കൊല്ലുന്ന മാന്ത്രികന്മാർ, എതിർ പ്രാർത്ഥന നടത്തുന്ന മന്ത്രവാദികൾ എന്നൊക്കെ കർത്താവ് ഇവരെ വിളിക്കും. അതിനകത്ത് ഒരു മാറ്റവും വേണ്ട. കർത്താവ് ഇവരെ അങ്ങനെ വിളിക്കും. അതായത് ഈ ദൈവ പദ്ധതിക്കകത്തിറങ്ങിയിട്ട് ലക്ഷ്യത്തിലെത്താത്തവരാണ് അന്നത്തെ രൂപേന്യരും ഗാദ്യരും എന്ന് നമുക്ക് മനസ്സിലാകും. അവർ യോർദാൻ അക്കരെ ഉറച്ചവരാണ്. അവരാണ് ദക്കപ്പൊലി എന്ന് പറയുന്ന 10 പട്ടണങ്ങളിൽ താമസിച്ചിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ഇറങ്ങിയിട്ട് ലക്ഷ്യത്തിലെത്തിച്ചേരാത്തവർ ഇന്നും ഉഗ്രന്മാരായിത്തീരും എന്നാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല ബൈബിൾ എഴുതിയേക്കുന്ന അത്യുഗ്രന്മാരായി മാറുമെന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ഇവനെ ചങ്ങലയിട്ട് കെട്ടേണ്ടി വരും. ചങ്ങലയിട്ട് കെട്ടിയാൽ പോലും ഇവനത് പൊട്ടിക്കും. ഈ ചങ്ങല പൊട്ടിക്കുന്നതിൻ്റെ പേരിൽ ഇവൻ്റെ ശരീരത്തിലെല്ലാം മുറിവുകളും ഉണ്ടാകും. അപ്പോൾ ഈ യോർദാൻ ഇപ്പുറം താമസം ഉറപ്പിക്കുന്ന പുതിയ നിയമ വിശ്വാസികൾ ആണ് ഇന്നത്തെ രൂപേന്യരും ഗാദ്യരും എന്ന് പറഞ്ഞാൽ കനാൻ ദേശത്ത് ചെല്ലുകയാണ്. അതിനിപ്പുറം അവരിങ്ങോട്ട് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും ഈ കർത്താവിനെ വിൽക്കേണ്ടതുപോലെ വിറ്റാൽ മാന്യമായ പണം ഉണ്ടാക്കിയെടുക്കാം എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഇവർ മാന്യമായ വ്യാപാരങ്ങൾ ചെയ്യുകയും ഇപ്പോൾ കേരളത്തിന് പുറത്തുമൊക്കെ വലിയ ഫാം ഹൗസുകളും 10-200 ഏക്കർ സ്ഥലങ്ങളും സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒക്കെയുള്ള ശുശ്രൂഷകരുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം പലരെയും. അവരൊക്കെ യോർദാൻ ഇക്കരെ അവരുടെ പരിപാടി നിർത്തി. ഇപ്പോൾ വൻ ഫണ്ടിങ്ങുകൾ കൊണ്ടുവന്ന് ആ ഫണ്ടിങ്ങും പരിപാടിയൊക്കെ ആയി പിന്നെ സ്ഥാപനങ്ങളായി പിന്നെ പല പരിപാടികളുമായി ഒക്കെ മാറിയവർ അനേകരുണ്ട്. ഇവരെല്ലാവരുമാണ് ഇന്നത്തെ വിശ്വാസികളുടെ ഇടയ്ക്കുള്ള രൂപന്യരും ഗാദ്യരും. ഇവർ ഈ ജോർദാൻ കടന്ന് അക്കരെ ചെല്ലുകയോ കനാൻ ദേശത്ത് ചെല്ലുകയില്ല. ഇവർ കനാൻ ദേശത്തെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യും. വേണേ ഇടയ്ക്കിടയ്ക്ക് കനാൻ ദേശത്തിൻ്റെ മക്കളാണെന്നുള്ള രീതിയിൽ ഇവർ ശുശ്രൂഷയൊക്കെ ചെയ്യും. പക്ഷേ ഇവരൊരിക്കലും കനാൻ ദേശത്തുള്ളവരല്ല. ഇവർ യോർദാൻ ഇക്കരെ താമസിക്കുന്ന ഈ ദക്കപ്പൊലി എന്ന് പറയുന്ന 10 പട്ടണങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ ഇവരുടെ തലമുറകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുകയും നാളെ ഇവർ
പന്നി വളർത്തുകയും എന്ന് പറഞ്ഞാൽ വചനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുകയും അതിനകത്ത് പെടുകയും ചെയ്യുമെന്ന് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്നത്തെ ജനത്തിൻ്റെ ഇടയ്ക്ക് രൂപേന്യരും ഗാദ്യരുമായി നിൽക്കുന്ന ഇതുപോലെയുള്ള ആളുകൾ മാനസാന്തരപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, രൂപേന്യരും ഗാദ്യരും മാനസാന്തരപ്പെടുവാൻ ഇന്നത്തെ കാലത്ത് കർത്താവെ യോർദാൻ അക്കരെ കടക്കാതെ ഇക്കരെ തന്നെ ബിസിനസ്സും പണവുമായി സംവിധാനമായി പെട്ടുപോയ ആളുകളെ കർത്താവെ അനുഗ്രഹിക്കുവാൻ അവരുടെ ഉള്ളിലേക്ക് ഒരു മാനസാന്തരത്തിൻ്റെ അഭിഷേകം അയക്കണമേ. അവരും കടന്ന് യോർദാൻ അക്കരെ കടന്ന് കനാൻ ദേശത്ത് ചെല്ലുവാൻ ദൈവം ആ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ. അതിനുവേണ്ടിയുള്ള മാനസാന്തരത്തിൻ്റെ അഭിഷേകം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.